നമ്മുടെ ഇന്ത്യൻ ഓഷൻ കേട്ടോ, സൈക്ലോൺ എന്ന പേരുള്ളത് ഇന്ത്യൻ ഓഷൻ. ടൈഫൂൺ നോക്കിയാൽ വെസ്റ്റ് പസഫിക് ഓഷൻ. വെസ്റ്റ് പസഫിക് ഓഷൻ എന്ന് പറയുമ്പോൾ ഹായ്, നമ്മുടെ നിത്യജീവിതത്തിലുള്ള സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് ജോഗ്രഫി പഠിക്കാൻ പറ്റുമോ? പറ്റും. കാരണം ഭൂമിശാസ്ത്രം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റും നടക്കുന്ന സംഭവങ്ങൾ തന്നെയാണ്. ഇത്തരത്തിൽ നമ്മുടെ നിത്യജീവിതത്തിൽ അല്ലെങ്കിൽ നമുക്ക് സുപരിചിതമായിട്ടുള്ള പല സംഭവങ്ങളെ കോർത്തിണക്കിക്കൊണ്ട് നമുക്ക് സൈക്ലോൺ എന്ന ടോപ്പിക്ക് ഇന്ന് പഠിക്കാം. ഡിഗ്രി ലെവൽ എക്സാംസിനും താഴെ ഏറ്റവും 10th ലെവൽ എക്സാംസിന് വരെ ധാരാളം ചോദ്യങ്ങൾ വരുന്നൊരു മേഖലയാണ് സൈക്ലോൺസ്. സൈക്ലോൺസിൻ്റെ ഇമേജ് ഞാൻ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഒരു സാറ്റലൈറ്റ് ഇമേജ് ആണ്. നമുക്ക് കാണാം ഒരു വൈറ്റിഷ് ഒരു അപ്പിയറൻസ് ആണ് അതിൻ്റെ മുകൾ വശം. ധാരാളം ക്ലൗഡ്സ് ഉണ്ട്, മേഘങ്ങളുണ്ട്. നല്ലപോലെ മഴ ലഭിക്കാറുണ്ട് സൈക്ലോൺസിൻ്റെ സാഹചര്യത്തിൽ. അപ്പോൾ അത് എങ്ങനെ പഠിക്കാം എന്ന് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഞാൻ ചെറിയൊരു ഉദാഹരണം പറയാം ഇവിടെ. നമുക്ക് പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളുകളെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ടല്ലേ? ഒന്നുകൂടെ പറയാം. നമുക്ക് വളരെ പ്രിയപ്പെട്ട അല്ലെങ്കിൽ നമുക്ക് വളരെ ഇഷ്ടപ്പെട്ട ആളുകളെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നടക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. അല്ലെങ്കിൽ അത് നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണത്. പക്ഷേ നമ്മുടെ ഈ ഒരു ഇഷ്ടത്തെ ചൂഷണം ചെയ്ത് നമ്മളെ ചുറ്റിപ്പിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് സൈക്ലോണിൻ്റെ ഫോർമേഷനുമായി ബന്ധപ്പെട്ടൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇഷ്ടപ്പെട്ട ആ ആളെന്ന് പറയുന്നത് ഇവിടെ ഒരു ലോ പ്രഷർ സോണാണ്, ഒരു ന്യൂനമർദ്ദ മേഖലയാണ്. നമുക്ക് ആ ഇഷ്ടപ്പെട്ട ആളെന്ന് പറയുന്നത് ഇവിടെ ഒരു ലോ പ്രഷർ സോണാണ്. ഇനി ഈ ഇഷ്ടപ്പെട്ട ആളെ ചുറ്റിപ്പറ്റി നടക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. നമ്മളെന്ന് പറയുന്നത് വായുവാണ്, കാറ്റാണെന്ന് വിചാരിക്കുക. അപ്പോൾ ലോ പ്രഷർ സോൺ എന്ന് പറയുന്ന ആ ഒരു പ്രിയപ്പെട്ട ആളിലേക്ക് അതിന് ചുറ്റും നിന്നും കാറ്റ് അല്ലെങ്കിൽ വായു വീശിയെത്താറുണ്ട്. ഇങ്ങനെയാണ് ഒരു സൈക്ലോൺ ഫോം ചെയ്യപ്പെടുന്നത്. പല ദിക്കിൽ നിന്ന് ഈ ലോ പ്രഷറിലേക്ക് എത്തപ്പെടുന്ന വായു കൂട്ടിയിടിച്ച് കറങ്ങിയാണ് സൈക്ലോൺസ് അഥവാ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നത്. നോക്കിക്കോണം, ഇവിടെ ഈ ലോ പ്രഷർ സോണിൻ്റെ തെക്ക് ഭാഗം, അവിടെ നിന്ന് കാറ്റ് ഈ ലോ പ്രഷർ ലക്ഷ്യമാക്കി വരുന്നു. ഇനി ഈ സംഭവം നടക്കുന്നത് ഉത്തരാർദ്ധഗോളത്തിലാണ് എന്ന് കൂടി പരിഗണിക്കണം, നോർത്തേൺ ഹെമിസ്ഫിയർ. ഉത്തരാർദ്ധഗോളത്തിൽ എന്ത് സംഭവിക്കും? ഈ പറഞ്ഞ കാറ്റുകൾ, വായു വലതുവശത്തേക്ക് ചെരിഞ്ഞ് ഈ ലോ പ്രഷറിൻ്റെ അടുത്തേക്ക് എത്തും. പക്ഷേ ഇതിനുള്ളിലേക്ക് നേരെ പോകാൻ പറ്റത്തില്ല, ഇതിനുള്ളിലേക്ക് കയറാൻ പറ്റത്തില്ല, ഈ ലോ പ്രഷറിനകത്തേക്ക് കയറാൻ പറ്റത്തില്ല. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കോറിയോലിസ് ബലം എന്നറിയപ്പെടുന്ന ഒരു ഫോഴ്സ് ഭൂമിയിലുണ്ട്. ഈ കോറിയോലിസ് ബലം കാരണം ഈ വായു ഈ ലോ പ്രഷർ സെൻറ്ററിൻ്റെ അല്ലെങ്കിൽ ഈ ന്യൂനമർദ്ദ മേഖലയുടെ വശത്തേക്ക് അങ്ങ് ചെരിഞ്ഞു പോകും. ഇനി ഈ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന കാറ്റ് അവരും ഇതേപോലെ തന്നെ വലതുവശത്തേക്ക് ചെരിഞ്ഞ്, ഉത്തരാർദ്ധഗോളമായതുകൊണ്ട് വലതുവശത്തേക്ക് ചെരിഞ്ഞ് ഈ പറഞ്ഞ ലോ പ്രഷർ സെൻറ്ററിൻ്റെ ഈ ഒരു വശത്തേക്ക് എത്തും. ഇനി ഇവിടെ നിന്ന് വരുന്ന കാറ്റ് അതും അതിൻ്റെ വലതുവശത്തേക്ക് ചെരിഞ്ഞ് ഈ ലോ പ്രഷർ സെൻറ്ററിൻ്റെ ഈ പരിസര ഭാഗത്തേക്ക് എത്തും. ഇവിടെ നിന്ന് വരുന്ന കാറ്റും ഇതേപോലെ അതിൻ്റെ വലതുവശത്തേക്ക് ചെരിഞ്ഞ്, ഏത് ഗോളമായതുകൊണ്ട്? ഉത്തരാർദ്ധഗോളമായതുകൊണ്ട് വലതുവശത്തേക്ക് ചെരിഞ്ഞ് അതിൻ്റെ ഈ അരികിലേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ബൗണ്ടറിയിലേക്ക് എത്തപ്പെടും. ഒന്നുകൂടെ പറയാം, നമുക്ക് പ്രിയപ്പെട്ട ആൾ എന്ന് പറയുന്നത് ഇവിടെ ഈ ലോ പ്രഷർ സെൻറ്ററാണ്, ലോ പ്രഷർ സോണാണ്. നമ്മൾ എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടപ്പെട്ട ആളിലേക്ക് വരുന്നവർ ഉണ്ടോ, ഇവർ ഈ ഇഷ്ടപ്പെട്ട ആളിൻ്റെ പ്രിയപ്പെട്ടവരാണ് ഉണ്ടോ, ഈ ഇഷ്ടപ്പെട്ട ആളിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ടവരാണ്. ഇവരെല്ലാം ഈ ലോ പ്രഷർ സെൻറ്റർ ഇട്ട് ചുറ്റിക്കുവാണ്. ആ ചുറ്റിക്കുന്ന ഇയാളുടെ ഈ മോശ സ്വഭാവത്തെ നമുക്ക് കോറിയോലിസ് ബലം എന്ന് വിളിക്കാം. ക്ലിയർ? ഭൂമിയിൽ കോറിയോലിസ് ഫോഴ്സ് എന്നറിയപ്പെടുന്ന ഒരു ബലം ഭൂമിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഫോഴ്സ് കാരണമാണ് ഈ പറഞ്ഞ കാറ്റുകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ പല ദിക്കിൽ നിന്ന് വരുന്ന വായു ഇതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ പറ്റാതെ ഇതിന് ചുറ്റും കിടന്ന് കറങ്ങുന്നത്. ഇവിടെ കോറിയോലിസ് ബലം ഇല്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിച്ചേനെ? ഈ വരുന്ന കാറ്റ് നേരെ എങ്ങോട്ട് വന്നേനെ? ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നേനെ അല്ലേ? ഇവിടെ അതേപോലെ തന്നെ നേരെ എങ്ങോട്ട് വന്നേനെ? ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നേനെ, നേരെ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നേനെ. ഇവിടെ കോറിയോലിസ് ബലം ഉള്ളത് കൊണ്ടാണ് അല്ലേ ഈ പറഞ്ഞ ലോ പ്രഷർ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് വരാൻ പറ്റാതെ ഇതിൻ്റെ ചുറ്റുപാടും കിടന്ന് കറങ്ങുന്നത്. ക്ലിയർ? ഇത് ഒരു സൈക്ലോണിൻ്റെ ഫോർമേഷനിലേക്ക്, ഒരു ചക്രവാതത്തിൻ്റെ രൂപീകരണത്തിലേക്ക് വഴിതെളിക്കുന്നു ഈ പറഞ്ഞ സംഭവം. ഒന്നുകൂടെ ഇത് മാർക്ക് ചെയ്യാം. ഉത്തരാർദ്ധഗോളമാണ്. ഉത്തരാർദ്ധഗോളത്തിൽ നല്ല ചൂടുള്ള ഒരു പ്രദേശത്ത് ഒരു ലോ പ്രഷർ സെൻറ്റർ, ഒരു ന്യൂനമർദ്ദ മേഖല രൂപം കൊള്ളുന്നു. ഈ ന്യൂനമർദ്ദ മേഖല ലക്ഷ്യം വെച്ചുകൊണ്ട് അതിന് ചുറ്റുമുള്ള പ്രദേശത്ത് നിന്നുള്ള തണുത്ത വായു അല്ലെങ്കിൽ ഉച്ചമർദ്ദ വായു ഇങ്ങോട്ടേക്ക് വീശി എത്താൻ ശ്രമിക്കുന്നു. വരുന്നവർ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കാതെ അതിൻ്റെ ചുറ്റുപാടും കിടന്ന് കറങ്ങുന്നു. കാരണം കോറിയോലിസ് ബലം കാരണം ഇവർക്ക് ഇതിൻ്റെ ഉള്ളിലേക്ക് എത്താൻ പറ്റത്തില്ല. മനസ്സിലായോ? കോറിയോലിസ് ബലം കാരണം ഇതിൻ്റെ ഉള്ളിലേക്ക് എത്താൻ പറ്റാതെ ഇതിൻ്റെ ബൗണ്ടറിയിൽ കൂടെ കിടന്ന് കറങ്ങുന്നു.
നോക്കിയേ, ഇത് ഏത് ഡയറക്ഷനിൽ ഇവിടെ കറങ്ങുന്നത് എന്നുകൂടി നമ്മൾ പരിശോധിക്കണം. ഉത്തരാർദ്ധഗോളത്തിൽ ഈ വരുന്ന കാറ്റുകളെല്ലാം കൂടെ കൂട്ടിയിടിച്ച് കറങ്ങുന്നത് ഏത് ഡയറക്ഷനിലാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കിയേ, നമ്മുടെ ക്ലോക്കിന് ഓപ്പോസിറ്റ് അല്ലേ? ക്ലോക്കിന്റെ ഡയറക്ഷൻ ഓപ്പോസിറ്റ് അല്ലേ? യെസ്. അതായത് ഉത്തരാർദ്ധഗോളത്തിൽ ചക്രവാതങ്ങൾ അല്ലെങ്കിൽ സൈക്ലോൺസ് ആന്റി ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ അല്ലെങ്കിൽ എതിർ ഘടികാര ദിശയിലാണ് കറങ്ങുന്നത്. പഠിച്ചു. ഇനി ഈ കൂട്ടിയിടിച്ച് കറങ്ങുന്ന ഭാഗം നിസാരക്കാരനായിട്ടുള്ളൊരു മേഖലയല്ല, അല്ലെങ്കിൽ ഈ വായു വന്ന് കൂട്ടിയിടിച്ച് ഈ കറങ്ങുന്ന പ്രദേശം നിസാരമായിട്ടുള്ളൊരു മേഖലയല്ല. ഏറ്റവും ചൂട് പിടിച്ചൊരു മേഖലയാണ്. ഭൂമിയിലെ അല്ലെങ്കിൽ ചുറ്റുപാടുമുള്ള പ്രദേശങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ, കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ചൂട് പിടിച്ച മേഖലയാണ് ഞാൻ ഈ പറഞ്ഞേക്കുന്ന ന്യൂനമർദ്ദ മേഖല. കാരണം നമുക്കറിയാം, അന്തരീക്ഷത്തിൽ താപനില കൂടുമ്പോൾ അന്തരീക്ഷ മർദ്ദം കുറയും, ടെമ്പറേച്ചർ കൂടുമ്പോൾ മർദ്ദം കുറയും, അങ്ങനെ അത് ലോ പ്രഷറായി മാറും, ന്യൂനമർദ്ദ മേഖലയായി മാറും അല്ലേ? ഇപ്പോൾ ചൂട് കൂടുതലാണ്. ഇപ്പം നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾ ഭയങ്കര ചൂടായി കഴിഞ്ഞാൽ, നല്ല ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ, നല്ല ദേഷ്യം നമ്മൾ പറയല്ലേ, ചൂടാവുക എന്ന് പറയുന്നത് ദേഷ്യപ്പെടുക എന്നുള്ളതിൻ്റെ ഒരു സൂചനയായിട്ട് നമ്മൾ പറയുന്നത്. അങ്ങനെ ഒരു വാക്കല്ല ഉപയോഗിക്കുന്നത്. നീ എന്തിനാ ചൂടാവുന്നത് എന്ന് പറയാറില്ലേ? അപ്പോൾ ചൂടാകുമ്പോൾ നിങ്ങൾ വളരെ കാമായിട്ട് അവിടെ തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. ചൂടാകുമ്പോൾ ഭൂരിഭാഗം ആളുകളും ചിലപ്പോൾ ഇരിക്കുന്നിടത്തുനിന്ന് എഴുന്നേൽക്കും അല്ലേ, ഇരുന്ന് ഒച്ച വെക്കും, റേസ് ചെയ്യും. ക്ലിയർ? അപ്പോൾ ഇതേപോലെ തന്നെ ഈ ചൂടായ മേഖലയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ ചൂട് പിടിച്ച വായു ഇതേപോലെ കറങ്ങി എന്ത് ചെയ്യാറുണ്ട്? മുകളിലേക്ക് ഉയരാറുണ്ട്. അതായത് ഭൂമിയുടെ ഉപരിതല ഭാഗത്ത് എവിടെയാണോ ഒരു ലോ പ്രഷർ സെൻറ്റർ ഡെവലപ്പ് ചെയ്തത്, അങ്ങോട്ടേക്ക് എത്തുന്ന വായു എല്ലാം കൂടെ അവിടെ കിടന്ന് കൂട്ടിയിടിച്ച് കറങ്ങി നേരെ ആ വായു ചൂട് പിടിച്ച് കറങ്ങി മുകളിലേക്ക് ഉയരാറുണ്ട്. ഇങ്ങനെ കറങ്ങി മുകളിലേക്ക് ഉയരാറുണ്ട്. കണ്ടോ? കറങ്ങി മുകളിലേക്ക് ഉയരാറുണ്ട്. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണ് കൺവെക്ഷൻ. ഇതുപോലെ ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുന്ന നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്? കൺവെക്ഷൻ. അപ്പോൾ ഇവിടെ ഒരു സൈക്ലിക് മോഷൻ മാത്രമല്ല നടക്കുന്നത്, ഇവിടെ ഒരു വെർട്ടിക്കൽ അപ്വേർഡ് മോഷൻ കൂടി നടക്കുന്നുണ്ട് അല്ലേ? ഇവിടെ കൺവെക്ഷൻ എന്നൊരു പ്രോസസ്സ് കൂടി നടക്കുന്നുണ്ട്. ചൂട് പിടിച്ച വായു മുകളിലേക്ക് ഉയരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആ വായുവിൽ നിറഞ്ഞിട്ടുള്ള നീരാവിയാണ് ഇത് മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകുന്നത്. നീരാവി കൂടെ മുകളിലേക്ക് ഉയർത്തിക്കൊണ്ട് പോകുന്നുണ്ട്. നമുക്കറിയാം, ഈ താഴെയുള്ള വായുവിൽ എത്രമാത്രം നീരാവി നിറഞ്ഞിട്ടുണ്ടോ ആ നീരാവി മുകളിലേക്ക് ഉയർന്നെത്തും. വായു മാത്രമല്ല, വായുവിനകത്ത് അടങ്ങിയിരിക്കുന്ന ജലബാഷ്പം, നീരാവി, വാട്ടർ വേപ്പർ, മോയ്സ്ചർ മുകളിലെത്തും. ഈ മോയ്സ്ചർ മുകളിലെത്തുമ്പോൾ എന്ത് ചെയ്യും? തണുക്കും. സ്വാഭാവികമാണ്. അന്തരീക്ഷത്തിൽ, പ്രത്യേകിച്ച് ട്രോപ്പോസ്ഫിയറിൽ ഓരോ 165 മീറ്റർ ഉയരത്തിലേക്ക് പോകുന്നതോറും 1 ഡിഗ്രി സെൽഷ്യസ് വെച്ച് താപനില കുറയുമെന്ന് പഠിച്ചിട്ടുണ്ട്. ക്രമമായ താപനഷ്ട നിരക്ക്, നോർമൽ ലാപ്സ് റേറ്റ് ഓഫ് ടെമ്പറേച്ചർ. അതിന് ഫലമായിട്ട് ട്രോപ്പോസ്ഫിയറിൽ ഒരു നിശ്ചിത പരിധി ഉയരത്തിലെത്തി കഴിയുമ്പോൾ ടെമ്പറേച്ചർ വളരെ താഴേക്ക് പൊണ്ടിപ്പാവും. ഈ സാഹചര്യത്തിൽ അതിനകത്തുള്ള മോയ്സ്ചർ എല്ലാം കൂടെ എന്താവും? കണ്ടൻസ് ചെയ്യും. മോയ്സ്ചർ എല്ലാം കൂടെ കണ്ടൻസ് ചെയ്ത് ക്ലൗഡ് ഫോം ചെയ്യും. മനസ്സിലായോ? ക്യുമുലോ നിംബസ് പോലെയുള്ള വെർട്ടിക്കൽ എക്സ്റ്റെൻഡഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ വെർട്ടിക്കലി ഗ്രോ ചെയ്യുന്ന ക്ലൗഡുകൾ ഫോം ചെയ്യപ്പെടും. ഈ ക്ലൗഡ്സ് കുറേ വാട്ടർ വേപ്പറിനെ കണ്ടൻസ് ചെയ്ത വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ആണല്ലോ ഈ ക്ലൗഡ്സിനകത്തുള്ളത്. അതിനകത്തെ വാട്ടർ ഡ്രോപ്ലെറ്റ്സിൻ്റെ ഭാരം കൂടി കഴിയുമ്പോൾ ക്ലൗഡിൽ നിന്ന് പതുക്കെ ഇത് റിലീസ് ചെയ്യും. ഈ വാട്ടർ റിലീസ് ചെയ്യും. അതാണ് നമുക്ക് മഴയായിട്ട് ലഭിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ നടന്നു? ഒരു സൈക്ലോൺ ഫോം ചെയ്തപ്പോൾ അവിടെ ഒരു ലോ പ്രഷർ, നല്ലപോലെ ചൂടായ ഒരു പ്രദേശം ലോ പ്രഷർ സെൻറ്ററായി മാറി. അങ്ങോട്ടേക്ക് ചുറ്റുപാടിൽ നിന്ന് വായു വീശിയെത്തുന്നു. അവരെല്ലാം കൂടെ കൂട്ടിയിടിച്ച് അവിടെ കിടന്ന് കറങ്ങുന്നതിനൊപ്പം തന്നെ ചൂട് പിടിച്ച സ്ഥലങ്ങളിൽ എന്ത് നടക്കാറുണ്ട്? കൺവെക്ഷൻ നടക്കാറുണ്ട്. കൺവെക്ഷൻ നടക്കുന്ന ഇടങ്ങളിൽ വായു മാത്രമല്ല മുകളിലേക്ക് ഉയർന്ന് എത്തപ്പെടുന്നത്, അതിനൊപ്പം തന്നെ അതിനകത്ത് ഇൻക്ലൂഡ് ആയിട്ടുള്ള നീരാവിയും മോയ്സ്ചർ അല്ലേ, ജലബാഷ്പം മുകളിലെത്തും. ജലബാഷ്പം മുകളിലെത്തിക്കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ട്രോപ്പോസ്ഫിയറിൽ ഉയരത്തിനനുസരിച്ച് താപനില കുറയുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ മുകളിലെത്തി ഒരു നിശ്ചിത പരിധി എത്തിക്കഴിയുമ്പോൾ അത് തണുക്കുക അല്ലെങ്കിൽ കണ്ടൻസ് ചെയ്യുന്ന വെച്ചാൽ വാട്ടർ വേപ്പർ, വാട്ടർ ഡ്രോപ്ലെറ്റ്സോ ഐസ് പാർട്ടിക്കിൾസോ ആയി മാറുക. തലഫലമായിട്ട് അതിൻ്റെ ഭാരം കൂടും. ഈ ക്ലൗഡ്സിനകത്തുള്ള അതിൻ്റെ ഡെൻസിറ്റി കൂടും, സാന്ദ്രീകരണം അല്ലേ, അത് കൂടി കഴിയുമ്പോൾ അത് താഴേക്ക് പതുക്കെ റിലീസ് ചെയ്യും, പൊഴിയും. അതാണ് നമുക്ക് മഴയായിട്ട് ലഭിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഒരു സൈക്ലോണുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇനി ഇത് തന്നെ, ഈ സൈക്ലോണിൻ്റെ ഫോർമേഷൻ തന്നെ ദക്ഷിണാർദ്ധഗോളത്തിലാണ് എന്ന് സങ്കല്പിക്കാം. സദേൺ ഹെമിസ്ഫിയറിൽ ദക്ഷിണാർദ്ധഗോളത്തിലാണ് എന്ന് സങ്കല്പിക്കാം. എങ്ങനെയാണ് ഇവിടെ സൈക്ലോൺ ഫോർമേഷൻ നടക്കുന്നത് നോക്കാം. നമുക്ക് പ്രിയപ്പെട്ട ആൾ ആരാണ്? ലോ പ്രഷർ സെൻറ്റർ. ആ പ്രിയപ്പെട്ട ആളെ ചുറ്റിപ്പറ്റി നടക്കാൻ ശ്രമിക്കുന്ന ആളുകൾ ആണ് കാറ്റ് അല്ലേ? ദക്ഷിണാർദ്ധഗോളത്തിൽ ഈ ലോ പ്രഷർ സെൻറ്റർ അയാളിലേക്ക് ആകർഷിക്കപ്പെടുന്ന ആളുകളെ ഇടതുവശത്തേക്കാണ് ചിരിക്കുന്നത്. ദക്ഷിണാർദ്ധഗോളത്തിൽ കാറ്റുകൾ എങ്ങോട്ടേക്ക് ചിരിഞ്ഞു പോകും? ഇടതുവശത്തേക്ക്. ക്ലിയർ? ഇനി നോക്കിക്കോ, ഇവിടുന്ന് പോകുന്ന ആൾ അയാളുടെ ഇടതുവശത്തേക്ക്, ഇവിടുന്ന് വരുന്ന ആൾ അയാളുടെ ഇടതുവശത്തേക്ക്. കണ്ടോ? പലരും ചിന്തിക്കാറുണ്ട് ഇത് എന്തിനാ ഇങ്ങനെ ഈ വശങ്ങളിലേക്ക് പോകുന്നത്? കോറിയോലിസ് ബലം കാരണം. അല്ലായിരുന്നെങ്കിൽ ഈ സൈക്ലോൺ ഉണ്ടാവത്തില്ലായിരുന്നു. കോറിയോലിസ് ബലം ഇല്ലായിരുന്നെങ്കിൽ ഇതിവിടെ കിടന്ന് കറങ്ങത്തില്ലായിരുന്നു. നേരെ എല്ലാം കൂടെ അങ്ങോട്ട് വന്നിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നേനെ. മനസ്സിലായോ? കോറിയോലിസ് ബലം
ഉള്ളത് കൊണ്ടാണ് സൈക്ലോൺസ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ കറങ്ങുന്ന കാറ്റുകൾ ഉണ്ടാകുന്നത്. നോക്കിക്കേ, ഇനി ഇവിടെ എന്ത് സംഭവിക്കുന്നത്? ഇവിടുന്ന് വരുന്ന ആൾ അയാളുടെ ഇടതുവശത്തേക്ക് ഉണ്ടോ, ഇടതുവശത്തേക്ക് പോയിട്ട് ഈ ലോ പ്രഷർ സെൻറ്റർ ഈ വരുന്ന കാറ്റുകളെല്ലാം അതിന് ചുറ്റും ഇട്ട് കറക്കും. മനസ്സിലായോ? ചുറ്റിക്കും എന്ന് പറയത്തില്ലേ, ചിലർ ചുറ്റിക്കാറുണ്ട് മനുഷ്യരെ, ശരിയല്ലേ? അങ്ങനെ ചുറ്റിക്കുന്ന ഒരാളാണ് ഈ പറഞ്ഞ ലോ പ്രഷർ സോൺ. അങ്ങനെ ഇവിടെ കാറ്റുകൾ ഏത് ദിശയിലാണ് കറങ്ങിയത് എന്ന് മനസ്സിലാക്കാനായിട്ട് ഈ ആരോ എല്ലാം കൂടെ ഒന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ഈ കറങ്ങുന്ന ദിശയൊന്ന് മനസ്സിലാലോചിച്ച്, ഏത് ദിശയിൽ ഇതെല്ലാം കൂടെ കിടന്ന് ഇങ്ങനെ കറങ്ങുന്നത്, ഏത് ദിശയിലാണ് കറങ്ങുന്നത്? ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. ഇപ്പോൾ ദക്ഷിണാർത്ഥ ഗോളത്തിൽ ചക്രവാതങ്ങൾ ഏത് ഡയറക്ഷനിലാണ് എന്ന് ചോദിച്ചാൽ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ഏത് ഡയറക്ഷനിലാണ്? ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ്. ക്ലിയർ അല്ലേ? ഇനി ഇവിടെ നേരത്തെ പറഞ്ഞ സാധനങ്ങളൊക്കെ തന്നെ ഇവിടെയും സംഭവിക്കും. ദക്ഷിണാർത്ഥ ഗോളത്തിലും എന്ത് തന്നെ സംഭവിക്കും? ഇതേപോലെ തന്നെ ചൂടുവായു ഉള്ള സ്ഥലമാണല്ലോ ലോ പ്രഷർ സെൻറ്ററായി മാറിയത്. ഏത് സ്ഥലമാണ്? നല്ലപോലെ ചൂട് പിടിച്ച സ്ഥലമാണ്. ഭൂമിയിലെ ഈ പറഞ്ഞ കാറ്റുകൾ വന്ന സ്ഥലവുമായി കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും ചൂടുള്ള സ്ഥലമാണ് ഇത്, അല്ലേ? ചൂട് പിടിച്ച സ്ഥലത്ത് എന്താ നടക്കുന്നത്? കൺവെക്ഷൻ, സംവഹനം നടക്കും. ചൂടുവായു നേരെ മുകളിലേക്ക് വരും, മേഘങ്ങൾ ഫോം ചെയ്യപ്പെടും. മേഘങ്ങൾ ഫോം ചെയ്യപ്പെട്ട് എന്തുണ്ടാവും? മഴയുണ്ടാവും. ഈ ചക്രവാതങ്ങൾ പതുക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യും. ലാസ്റ്റ് മഴയൊക്കെ പെയ്തതിനു ശേഷം, അല്ലെങ്കിൽ മഴയോടൊപ്പം തന്നെ ചക്രവാതങ്ങൾ, ഈ സൈക്ലോൺസ്, ഈ കറങ്ങുന്ന കാറ്റുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചലിക്കാറുമുണ്ട്. മനസ്സിലായോ? ചക്രവാതങ്ങളെ തള്ളുന്ന കാറ്റുകൾ ഭൂമിയിലുണ്ട്, തള്ളി നീക്കുന്ന കാറ്റുകളുണ്ട്. നമ്മൾ പറയാറില്ലേ, ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ഒരു ചക്രവാതം അല്ലെങ്കിൽ ഒരു സൈക്ലോൺ 2 ദിവസത്തിനപ്പുറത്തേക്ക് ഒഡീഷയിലും ആന്ധ്രാപ്രദേശിലും ആഞ്ഞടിച്ചു എന്നൊക്കെ പറഞ്ഞ വാർത്തകൾ കേൾക്കാറുണ്ട്. അല്ലെങ്കിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ഒരു ചക്രവാതം ഒമാൻ തീരത്തേക്ക് നീങ്ങി എന്നൊക്കെ നമ്മൾ വാർത്തകൾ കേൾക്കാറുണ്ട്. അതായത് ചക്രവാതങ്ങൾ, ഇത്തരത്തിൽ കറങ്ങുന്ന കാറ്റുകൾ അന്തരീക്ഷത്തിൽ പ്രിവെയിലിംഗ് ആയിട്ടുള്ള വിൻസ്, അല്ലെങ്കിൽ അന്തരീക്ഷത്തിൽ സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ സ്ഥിരമായി വീശുന്ന ചില കാറ്റുകളുടെ സ്വാധീനത്താൽ പല ദിശയിലേക്ക് മൂവ് ചെയ്യാറുണ്ട്, പലയിടത്തേക്ക് ചലിക്കാറുണ്ട്. ചക്രവാതങ്ങൾക്ക് ഇത്തരത്തിൽ ദിശാവ്യതിയാനം സംഭവിക്കാറുണ്ട്. അതാണ് നമ്മൾ ലാസ്റ്റ് പഠിക്കുന്നത്. ഇപ്പോൾ ചക്രവാതങ്ങൾ എങ്ങനെ ഫോം ചെയ്യപ്പെടും, അത് ഓരോ ഗോളത്തിലും ഏത് അവസ്ഥയിലാണ് അല്ലെങ്കിൽ ഏത് ദിശയിലാണ് മൂവ് ചെയ്യുന്നത് എന്നാണ് നമ്മൾ ഇത്രയും നേരം പഠിച്ചത്. ഒരു ചക്രവാതത്തിനൊപ്പം തന്നെ എന്തൊക്കെ കാണാം? അവിടെ കൺവെക്ഷൻ ഉണ്ട്, മേഘങ്ങൾ, പ്രത്യേകിച്ച് ക്യുമുലോ നിംബസ് പോലെയുള്ള മേഘങ്ങളുടെ രൂപീകരണമുണ്ട്, മഴ ലഭിക്കാറുണ്ട്, ചക്രവാതങ്ങൾ ദിശ മാറാറുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. ക്ലിയർ? അപ്പോൾ ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിനുള്ള സാഹചര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ എന്തൊക്കെ പറയാൻ പറ്റും? ഒന്ന്, പ്രധാനമായിട്ടും ലാർജർ സീ സർഫസ്, പ്രധാനമായിട്ടും കടലിൻ്റെ ഉപരിതലം, പ്രത്യേകിച്ച് അങ്ങനത്തെ വിത്ത് ടെമ്പറേച്ചർ ഹയർ ദാൻ 27 ഡിഗ്രി സെൽഷ്യസ്, 27 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ താപനിലയുള്ള സമുദ്ര ഉപരിതലമാണ് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. ചക്രവാതങ്ങൾ ഫോം ചെയ്യപ്പെടുന്നതിന് ഏറ്റവും ഫേവറബിൾ ആയിട്ടുള്ള ഒരു കണ്ടീഷൻ. നിർബന്ധമായും അവിടെ എന്തിൻ്റെ സാന്നിധ്യം ഉണ്ടാവണം? പ്രസൻസ് ഓഫ് കോറിയോലിസ് ഫോഴ്സ്. കോറിയോലിസ് ഫോഴ്സിൻ്റെ സ്വാധീനം അവിടെ ഉണ്ടാവണം. കോറിയോലിസ് ഫോഴ്സിൻ്റെ സ്വാധീനം ഇല്ലെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ചുറ്റിക്കൽ നടക്കുമോ? ഇല്ല. കോറിയോലിസ് ഫോഴ്സിൻ്റെ സ്വാധീനം ഇല്ലാത്ത ഒരു സ്ഥലത്ത് നല്ലപോലെ ചൂടുണ്ടായി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? നോക്കിക്കേ, ഈ വരുന്നവർ നേരെ ഉള്ളിലേക്ക് അങ്ങ് പോരും. ഉണ്ടോ? കോറിയോലിസ് ഫോഴ്സ് ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഇതിന് ചുറ്റും കടന്ന് കറങ്ങത്തില്ല. മനസ്സിലായോ? ആ ലോ പ്രഷർ സെൻറ്ററിൻ്റെ ഉള്ളിലേക്ക് ഈ കാറ്റുകൾ കടന്നു പോരും. ഉണ്ടോ? ഇങ്ങനെ കറങ്ങുന്ന കാറ്റുകൾ ഉണ്ടാകത്തില്ല. അപ്പോൾ ഉറപ്പായിട്ടും എന്തിൻ്റെ സ്വാധീനം ഉണ്ടാവണം? പ്രസൻസ് ഓഫ് കോറിയോലിസ് ഫോഴ്സ്. സാധാരണ 0 ഡിഗ്രി പ്രദേശം, ഭൂമധ്യരേഖാ പ്രദേശങ്ങൾ കോറിയോലിസ് ഫോഴ്സ് ഇല്ലാത്ത മേഖലയായിട്ടാണ് നമ്മൾ പറയുന്നത്. ഇക്വേറ്റർ എന്നറിയപ്പെടുന്ന റീജിയൻ, 0 ഡിഗ്രി പ്രദേശം, കോറിയോലിസ് ഫോഴ്സ് 0 ആവുന്ന മേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇക്വേറ്ററിനോട് ചേർന്ന് ഭൂമധ്യരേഖയോട്, അല്ലെങ്കിൽ ഭൂമധ്യരേഖയുടെ തൊട്ടടുത്തായിട്ട്, അല്ലെങ്കിൽ ഭൂമധ്യരേഖയ്ക്കുള്ളിലായിട്ട്, അല്ലെങ്കിൽ ഭൂമധ്യരേഖ കടന്നു പോകുന്ന മേഖലയിൽ ഈ പറഞ്ഞ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഫോം ചെയ്യപ്പെടുന്നതിൽ, അല്ലെങ്കിൽ ഉഷ്ണമേഖല ചക്രവാതങ്ങൾ രൂപം കൊള്ളുന്നതിൽ കുറച്ച് വിമുഖത എപ്പോഴും ഉണ്ട്, അല്ലെങ്കിൽ അവിടെ രൂപം കൊള്ളുന്നതിൽ വളരെ പരിമിതമാണ്. അതിൻ്റെ ഒരു 5 ഡിഗ്രി വടക്കോട്ടും തെക്കോട്ടുമാണ് എപ്പോഴും നമ്മൾ എന്ത് കാണാറുള്ളത്? ഈ പറഞ്ഞ സൈക്ലോൺസ് കാണാറുള്ളത്, ട്രോപ്പിക്കൽ സൈക്ലോൺസ് കാണാറുള്ളത്. കാരണം ഭൂമധ്യരേഖാ പ്രദേശങ്ങളോട് ചേർന്ന് കോറിയോലിസ് ഫോഴ്സ് 0 ആണ്. അല്ലെങ്കിൽ കൃത്യം ഭൂമധ്യരേഖ കടന്നു പോകുന്ന സ്ഥലത്ത് കോറിയോലിസ് ഫോഴ്സ് ഇല്ല. അങ്ങനെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. പോൾസിലേക്ക് പോകുന്നതോറുമാണ് കോറിയോലിസ് ബലം കൂടുന്നത്. അതുകൊണ്ട് ഭൂമധ്യരേഖയിൽ നിന്ന് കുറച്ച് വടക്കോട്ട്, ഒരു 5 ഡിഗ്രി വടക്കോട്ട്, 5 ഡിഗ്രി തെക്കോട്ട് മാറിയിട്ടേ നമുക്ക് ഉഷ്ണമേഖല ചക്രവാതങ്ങൾ രൂപപ്പെടുന്ന സാഹചര്യങ്ങൾ ഒരുക്കപ്പെടാറുള്ളൂ. പക്ഷേ റെയർ കേസും ഉണ്ട്. ഭൂമധ്യരേഖയ്ക്ക് തൊട്ടടുത്ത് 1 ഡിഗ്രിയിലും 2 ഡിഗ്രിയിലും ഒക്കെ ചക്രവാതങ്ങൾ ഉണ്ടായ സാഹചര്യങ്ങളും ഉണ്ട്. എക്സെപ്ഷൻസ് ഉണ്ട്, ചെറിയ എക്സെപ്ഷൻസ് ഉണ്ട്. ക്ലിയർ? എന്നാലും സാധാരണ നമ്മൾ ഈ ഒരു തിയറി വെച്ച് പഠിക്കുമ്പോൾ ഭൂമധ്യരേഖയിൽ കോറിയോലിസ് ഫോഴ്സ് ഇല്ലാത്തതുകൊണ്ട് ചക്രവാതങ്ങൾ, അവിടെ ചൂട് കൂടുതലാണെങ്കിലും ചക്രവാതങ്ങൾ രൂപം കൊള്ളാനുള്ള സാഹചര്യം ഇല്ല എന്ന് പറയുന്നത് നമ്മൾ ഈ ഒരു തിയറി അവിടെ അപ്ലൈ ചെയ്യുന്നത് കൊണ്ടാണ്. മൂന്നാമത്തെ കണ്ടീഷൻ, എ പ്രീ എക്സിസ്റ്റിംഗ് വീക്ക് ലോ പ്രഷർ ഏരിയ. ഒരു ചൂട് കൂടുതലുള്ള സ്ഥലത്ത് ഒരു ലോ പ്രഷർ ഏരിയ ഡെവലപ്പ് ചെയ്യണം, അല്ലേ? ആദ്യം ഞാൻ വട്ടം വരച്ചല്ലേ കാണിച്ചത്, എന്നിട്ടല്ലേ ചക്രവാതങ്ങൾ ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞത്, അല്ലേ? ആദ്യം കാണിച്ചത് എങ്ങനെയാണ്? ആദ്യം ഒരു വട്ടം വരച്ചു, അല്ലേ? ഒരു ലോ പ്രഷർ ഡെവലപ്പ് ചെയ്തു. ആ ലോ പ്രഷറിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിലല്ലേ, ആ ലോ പ്രഷറിലേക്ക് അട്രാക്ട് ചെയ്ത് വരുന്ന ആളുകൾ എന്നുള്ള അർത്ഥത്തിലല്ലേ ഞാൻ ഇത് വരച്ചു തന്നത് ആദ്യമേ? അപ്പോൾ ഒരു വീക്ക് ലോ പ്രഷർ ഏരിയ അല്ലെങ്കിൽ ഒരു ലോ പ്രഷർ സോൺ ഡെവലപ്പ് ചെയ്യണം എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു വസ്തുതയാണ്. അപ്പോൾ ഇതൊക്കെയാണ്
ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺ ഫോം ചെയ്യപ്പെടുന്നുള്ള കണ്ടീഷൻ. ഒരു ട്രോപ്പിക്കൽ സൈക്ലോണിൻ്റെ ഒരു ഛേദമുഖം അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രോസ് സെക്ഷൻ ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. നോക്കിക്കേ, ഇവിടെ ഇതാണ് ലോ പ്രഷർ ഏരിയ, ഇതാണ് ലോ പ്രഷർ ഏരിയ. അതിലേക്കാണ് ഈ കാറ്റുകൾ വീശിയെത്തിയത്. അതിൻ്റെ മധ്യഭാഗം എന്ന് പറയുന്നത്, ഈ ലോ പ്രഷർ ഏരിയയുടെ മധ്യഭാഗം എന്ന് പറയുന്നത് ഐ ഓഫ് എ സൈക്ലോൺ എന്ന് വിളിക്കുന്നു. ഈ ലോ പ്രഷർ സെൻറ്ററിൻ്റെ മധ്യഭാഗത്തെ അല്ലെങ്കിൽ ഒരു സൈക്ലോണിൻ്റെ മധ്യഭാഗത്തെ ചക്രവാത കണ്ണ് ഐ ഓഫ് എ സൈക്ലോൺ എന്നാണ് നമ്മൾ വിളിക്കുന്നത്. ഏകദേശം 150 മുതൽ 250 കിലോമീറ്റർ വരെ വ്യാസം ഡയമീറ്റർ ഉണ്ടാവാറുണ്ട് നോർമലി ഈ പറഞ്ഞ ഐക്ക്, സൈക്ലോണിൻ്റെ ഐക്ക്. ഒരു സൈക്ലോൺ മൊത്തത്തിൽ എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബംഗാൾ ഉൾക്കടലൊക്കെ ഉണ്ടാകുന്ന ഭീമന്മാരായിട്ടുള്ള ചക്രവാതങ്ങൾക്ക് 600 മുതൽ 1200 മീറ്റർ വരെ 1200 കിലോമീറ്റർ വരെ ഡയമീറ്ററിൽ അത് ഫോം ചെയ്യപ്പെടാറുണ്ട് എന്ന് പുസ്തകത്തിൽ പറയുന്നുണ്ട്. ക്ലിയർ? എന്താ സംഭവിക്കുന്നത്? ഈ ചൂട് പിടിച്ച വായുദേ ഇതുകൊണ്ട് പുസ്തകത്തിൽ അത് വളരെ കൃത്യമായിട്ട് അവർ കാണിക്കുന്നുണ്ട്. ഇങ്ങനെ കറങ്ങി മുകളിലോട്ട് ഉയരുന്നതും കാണിക്കുന്നുണ്ട് കേട്ടോ. കറങ്ങി മുകളിലോട്ട് ഉയരുന്നു. ഈ കറങ്ങി മുകളിലോട്ട് ഉയരുന്ന സാഹചര്യത്തിൽ എന്ത് സംഭവിക്കും? ഇതിനാണ് കൺവെക്ഷൻ, സംവഹനം എന്ന് വിളിക്കുന്നത് അല്ലേ? കൺവെക്ഷൻ എന്നാണ് വിളിക്കുന്നത്. മുകളിലോട്ട് ഉയർന്ന് ഈ വായു ഡൈവേർജ് ചെയ്യും. മുകളിലോട്ട് ഉയർന്നു കഴിഞ്ഞാൽ വെർട്ടിക്കലി മൂവ് അല്ലെങ്കിൽ വെർട്ടിക്കലി ഈ പറഞ്ഞ വെർട്ടിക്കൽ മോഷന് ശേഷം അതെന്ത് സംഭവിക്കും? അവിടെ ഡൈവേർജൻസ് സംഭവിക്കും. വായുവിൻ്റെ ഡൈവേർജൻസ് സംഭവിക്കാറുണ്ട്. ഇവിടെ മേഘങ്ങൾ കണ്ടോ, ക്യുമുലോ നിംബസ് ക്ലൗഡുകളുടെയൊക്കെ ഫോർമേഷൻ നടക്കാറുണ്ട്, മഴ കിട്ടാറുണ്ട് എന്നൊക്കെ വളരെ കൃത്യമായിട്ട് അവർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? ക്ലിയർ? ഇനി സൈക്ലോണുകൾക്ക്, ചക്രവാതങ്ങൾക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗത്ത് വിവിധ പേരുകൾ നമ്മൾ പറയാറുണ്ട്. അതിലൊന്നാമത്തത് സൈക്ലോൺ തന്നെയാണ്. ചക്രവാതങ്ങളെ, ചുഴലിക്കാറ്റുകളെ സൈക്ലോൺ എന്ന് ശരിക്കും വിളിക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു പേര് തന്നെ കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നത് എവിടെയാണെന്നറിയാമോ? ചക്രവാതങ്ങൾ എന്ന പേര് കൃത്യമായിട്ട് യൂസ് ചെയ്യുന്നത് ബേ ഓഫ് ബംഗാൾ, ബംഗാൾ ഉൾക്കടലിൽ, പ്രത്യേകിച്ച് ഇന്ത്യൻ മഹാസമുദ്രത്തിൻ്റെ ഭാഗങ്ങളിൽ സ്പെസിഫിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ ബംഗാൾ ഉൾക്കടലിൽ, അറബിക്കടലിലും ഉണ്ടെന്ന് ചോദിച്ചാൽ അറബിക്കടലും സൈക്ലോൺ എന്ന് തന്നെയാണ്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ മൊത്തത്തിൽ അങ്ങനെയാണ് പറയുന്നത്. പക്ഷേ ബേ ഓഫ് ബംഗാളിലുണ്ടായ ചക്രവാതങ്ങളെയാണ് ഹെൻറി പെഡിങ്ടൺ ആദ്യമായിട്ട് സൈക്ലോൺ എന്ന് വിശേഷിപ്പിച്ചത്. ക്ലിയർ? ടൊർണാഡോ എവിടെയാണ്? ടൊർണാഡോ, ചക്രവാതങ്ങൾക്ക് ടൊർണാഡോ എന്ന പേര് കൊടുക്കുന്നത് എവിടെയാണ്? USA നമ്മുടെ NCERT ടെക്സ്റ്റിനകത്ത് ടൊർണാഡോ ഒരു ഡിഫറൻറ്റ് കേസ് ആയിട്ട് തന്നെയാണ് പറയുന്നത്. ചക്രവാതങ്ങളുടെയൊക്കെ കാര്യങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷമാണ് ടൊർണാഡോയെ പറ്റി പറയുന്നത്. ടൊർണാഡോയുടെ ഫോർമേഷൻ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കേണ്ട ഒരു വസ്തുതയാണ്. മറ്റൊരു ക്ലാസ്സിൽ ഞാൻ ഡിസ്കസ് ചെയ്യാം. മൂന്നാമത്തെ ചക്രവാതം അല്ലെങ്കിൽ ചക്രവാതങ്ങൾക്ക് അല്ലെങ്കിൽ ചുഴലിക്കാറ്റുകൾ, കറങ്ങുന്ന കാറ്റുകൾക്ക് ഹരിക്കെയിൻസ് എന്ന പേരുള്ളത് എവിടെയാണ്? ഹരിക്കെയിൻസ് എന്ന പേരുള്ളത് അറ്റ്ലാന്റിക് ഓഷനിലാണ്. പ്രത്യേകിച്ച് വെസ്റ്റേൺ അറ്റ്ലാന്റിക് ഓഷ്യൻ, അറ്റ്ലാന്റിക് സമുദ്രം, കരീബിയൻ ഐലൻഡ്സിൻ്റെ പോർഷൻ, കരീബിയൻ ദ്വീപുകൾ, പ്രത്യേകിച്ച് വെസ്റ്റ് ഇൻഡീസ് പോലെയുള്ള വെസ്റ്റ് ഇൻഡീസ് അറിയാമല്ലോ, ജമൈക്ക തൊട്ട് ക്യൂബയ്ക്ക് ശേഷം കിഴക്കോട്ട് കിടക്കുന്ന വെസ്റ്റ് ഇന്ത്യൻ ഐലൻഡ്സിനെല്ലാം അല്ലെങ്കിൽ കരീബിയൻ ഐലൻഡ്സിനെല്ലാം നമ്മൾ വെസ്റ്റ് ഇൻഡീസ് എന്ന് വിളിക്കാറുണ്ട്. അവിടെയൊക്കെയാണ് പ്രധാനമായിട്ടും ഹരിക്കെയിൻസ് എന്നുള്ള പേര് ഇതിനുള്ളത്. ടൈഫോൺ എന്ന പേരുള്ള എവിടെയാണ്? ടൈഫോൺ എന്ന പേര് വെസ്റ്റ് പസഫിക് ഓഷ്യൻ എന്ന് പറയുമ്പോൾ അത് ആരുമായിട്ട് കൺവേർജ് ചെയ്യാറുണ്ട്? സൗത്ത് ചൈന സീ അല്ലേ? ചൈന കടലുമായിട്ട് ഈ വെസ്റ്റ് പസഫിക് ഓഷ്യൻ കണക്റ്റഡ് ആണ്. അപ്പോൾ ചൈന കടലിൽ, ചൈനയിൽ അല്ലെങ്കിൽ വെസ്റ്റേൺ പസഫിക് ഓഷ്യനിലൊക്കെയാണ് ഇതിന് എന്ത് പേരുള്ളത്? ടൈഫോൺ എന്ന പേരുള്ളത് അല്ലേ? വെസ്റ്റ് പസഫിക് ഓഷ്യൻ, ചൈന കടൽ തുടങ്ങിയ സ്ഥലങ്ങളിലാണ് ഇതിന് ടൈഫോൺ എന്ന പേരുള്ളത്. ടൈഫു എന്ന് വിശേഷിപ്പിക്കുന്ന എവിടെയാണ്? അതും വെസ്റ്റ് പസഫിക് ഓഷ്യൻ തന്നെയാണ്. പ്രത്യേകിച്ച് ജപ്പാൻ, വെസ്റ്റ് പസഫിക് ഓഷ്യൻ്റെ ജപ്പാൻ ഭാഗങ്ങളിലാണ്, ജപ്പാൻ്റെ തീരങ്ങളിലാണ് നമ്മളിതിനെ ടൈഫു എന്ന് വിളിക്കുന്നത്. ഫൈനലി വില്ലി വില്ലീസ് എവിടെയാണ്? വില്ലി വില്ലീസ് ഓസ്ട്രേലിയയിലാണ്. ഓസ്ട്രേലിയയുടെ തീരങ്ങളിൽ ഉണ്ടാകുന്ന ചക്രവാതങ്ങളെയാണ് നമ്മൾ ഏത് പേരിൽ വിളിക്കുന്നത്? വില്ലി വില്ലീസ് എന്ന് വിളിക്കുന്നത്. ജസ്റ്റ് ഈ പേരുകളൊക്കെ ഒന്ന് പറഞ്ഞ് ഓർത്ത് കണ്ടുപോക്കോണം. സൈക്ലോൺ, ബേ ഓഫ് ബംഗാൾ, ഇന്ത്യൻ മഹാസമുദ്രം മൊത്തത്തിൽ പറയാറുണ്ട്, പക്ഷേ സ്പെസിഫിക്കലി ബേ ഓഫ് ബംഗാൾ. അങ്ങനെ ഒരു പേര് കൊടുക്കുന്നത് ഹെൻറി പെഡിങ്ടൺ എന്ന് പറയുന്നൊരു സയൻറ്റിസ്റ്റാണ്. ടൊർണാഡോ USA പ്രത്യേകിച്ച് ഈ ടൊർണാഡോയ്ക്ക് മാത്രം ഒരു എക്സെപ്ഷൻ ഉണ്ട്. ടൊർണാഡോ കരഭാഗത്താണ് കൂടുതലും രൂപപ്പെടുന്നത്. അമേരിക്കയിൽ കരഭാഗങ്ങളിലാണ് ടൊർണാഡോകൾ കൂടുതലായിട്ട് ഉണ്ടാകുന്നത്. ഇതൊരു എക്സെപ്ഷൻ കേസാണ്. ബാക്കിയെല്ലാം കടലിലാണ്. എന്നാൽ ടൊർണാഡോ മാത്രം കൂടുതലായിട്ട് രൂപപ്പെടുന്നത് കരയിലാണ്. ടൊർണാഡോകൾ കടലിൽ രൂപം കൊള്ളുന്നത് 1% 99% രൂപം കൊള്ളുന്നത് കരയിലാണ്. ക്ലിയർ? ബാക്കിയുള്ള കേസെല്ലാം 1% കരയിലുണ്ടാകുന്നു, 99% കടലിലാണ്. അതായത് ഹരിക്കെയിൻസും സൈക്ലോൺസും ടൈഫോണും ഒക്കെ. എവിടെയാണ് ഹരിക്കെയിൻസ്? അറ്റ്ലാന്റിക് ഓഷ്യനിൽ അല്ലെങ്കിൽ കരീബിയൻ, വെസ്റ്റ് ഇൻഡീസ് മേഖലകളിലൊക്കെയാണ് ഹരിക്കെയിൻസ് എന്ന പേരിൽ അത് അറിയപ്പെടുന്നത്. എവിടെയാണ് ടൈഫൂൺ? വെസ്റ്റ് പസഫിക് ഓഷ്യൻ, ചൈന തുടങ്ങിയ പ്രദേശങ്ങളിലാണ് അതിനെ ടൈഫൂൺ എന്ന് വിളിക്കുന്നത്. ടൈഫു ജപ്പാനിലാണ് ടൈഫു എന്ന വിശേഷണമുള്ളത്. വില്ലി വില്ലീസ് എന്ന പേരുള്ളത് എവിടെയാണ്? ഓസ്ട്രേലിയയിലാണ്. ക്ലിയർ? ഇനി നമുക്ക് പഠിക്കാനുള്ള ഭാഗത്തേക്ക് നമ്മൾ പോകുന്നതിന് മുമ്പായിട്ട് ഇത് എവിടെയൊക്കെ കാണപ്പെടുന്നു എന്നുള്ളത് ജസ്റ്റ് കണ്ടോ. സൈക്ലോൺ എന്ന പേരുള്ളത് പ്രധാനമായിട്ടും ഇവിടെ നമ്മുടെ ഇന്ത്യൻ ഓഷ്യൻ കണ്ടോ. സൈക്ലോൺ എന്ന പേരുള്ളത് ഇന്ത്യൻ ഓഷ്യൻ. ടൈഫൂൺ നോക്കിയാൽ വെസ്റ്റ് പസഫിക് ഓഷ്യൻ എന്ന് പറയുമ്പോൾ ഇത് ഏതാ രാജ്യം? ഇത് ഇവിടെ ഒക്കെ കണ്ടില്ലേ? ചൈന കണ്ടോ.
വെസ്റ്റ് പസഫിക് ഓഷൻ അല്ലെങ്കിൽ ചൈന കടൽ, ചൈന അവിടെയൊക്കെയാണ് ടൈഫോൺ എന്ന പേരുള്ളത്. ഹറിക്കെയിൻസ് എന്നുള്ള പേരുള്ള എവിടെയാണ് നോക്കി, ഹറിക്കെയിൻസ് ഇതേതാണ് നമ്മുടെ അറ്റ്ലാന്റിക് ഓഷൻ്റെ വെസ്റ്റ് അറ്റ്ലാന്റിക് ഓഷൻ അല്ലേ, വെസ്റ്റ് അറ്റ്ലാന്റിക് ഓഷനിലെ ഇവിടെയൊക്കെയാണ് കരീബിയൻ ഐലൻഡ്സ് ഒക്കെ വരുന്നത് കേട്ടോ. നോർത്ത് അമേരിക്കയുടെ കിഴക്ക് ഭാഗം, അതുപോലെ സൗത്ത് അമേരിക്കയുടെ കിഴക്ക് ഭാഗം, അല്ലെങ്കിൽ വെസ്റ്റേൺ അറ്റ്ലാന്റിക് ഓഷൻ. ഈ എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമല്ലേ അറ്റ്ലാന്റിക് ഓഷൻ. അറ്റ്ലാന്റിക് ഓഷന്റെ പടിഞ്ഞാറ് ഭാഗമല്ലേ നോക്കിക്കേ ഈ അറ്റ്ലാന്റിക് ഓഷൻ കണ്ടോ, എസ് ആകൃതിയിൽ കാണപ്പെടുന്ന സമുദ്രമാണ് അറ്റ്ലാന്റിക് ഓഷൻ. അതിന്റെ പടിഞ്ഞാറ് ഭാഗത്താണ് കരീബിയൻ ദ്വീപുകളോട് ചേർന്നാണ് ഹരിക്കെയിൻസ് ഫോം ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കൃത്യമല്ലേ. ഇനി ഓസ്ട്രേലിയയിൽ ഉണ്ടാകുന്ന ഈ ഭാഗത്തുണ്ടാകുന്ന സൈക്ലോൺസ് നമ്മൾ വിളിക്കുന്ന പേരാണ് വില്ലീസ് കേട്ടോ, വില്ലീസ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ഇനി ഇവയുടെ ഡയറക്ഷനിലേക്ക് നമുക്കൊന്ന് പോകാം. സൈക്ലോൺസിൻ്റെ ഡയറക്ഷൻ ഇവിടെ നോക്കാം. നമുക്ക് സൈക്ലോൺസിനെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്, അതിലേക്ക് നമുക്ക് വരാം. സൈക്ലോൺസിനെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ഒന്ന് 30 ഡിഗ്രി നോർത്തിനും 30 ഡിഗ്രി സൗത്തിനും ഇടയ്ക്ക്, അല്ലെങ്കിൽ ഈ ട്രോപ്പിക്സിൽ ഉണ്ടാകുന്ന സൈക്ലോൺസ്, ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രോപ്പിക്കൽ സൈക്ലോൺ. ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ എന്ന് വിളിക്കുന്നു. രണ്ടാമത് സൈക്ലോൺസ് കാണപ്പെടുന്ന മേഖല ഈ 60 ഡിഗ്രിയോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളാണ്. ഭൂമിയിൽ 60 ഡിഗ്രിയോട് ചേർന്നിട്ടുള്ള പ്രദേശങ്ങളിൽ സൈക്ലോൺസ് ഫോം ചെയ്യപ്പെടാറുണ്ട്. കാരണം 60 ഡിഗ്രി മൊത്തത്തിൽ നമുക്കറിയാമല്ലോ, ഇതിന് വിളിക്കുന്ന സപ്പോളാർ ലോ പ്രഷർ സോൺ എന്നാണ് വിളിക്കുന്നത് തന്നെ അല്ലേ. 60 ഡിഗ്രി വിളിക്കുന്നത് സപ്പോളാർ ലോ പ്രഷർ സോൺ എന്ന് തന്നെ വിളിക്കുന്നത് തന്നെ. ഇവിടെ ഉണ്ടാകുന്ന ചക്രവാതങ്ങളെ നമ്മൾ വിളിക്കുന്നത് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ അല്ലെങ്കിൽ ടെമ്പറേറ്റ് സൈക്ലോൺ എന്നാണ്. ഇവിടെ ഉണ്ടാകുന്ന ചക്രവാതങ്ങളെ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ അല്ലെങ്കിൽ ടെമ്പറേറ്റ് സൈക്ലോൺ എന്നാണ് വിളിക്കുന്നത്. എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ അല്ലെങ്കിൽ ടെമ്പറേറ്റ് സൈക്ലോൺ. മിതോഷ്ണ ചക്രവാതങ്ങൾ എന്ന് മലയാളത്തിൽ പറയും ടെമ്പറേറ്റിനെ. ഇത് ഉഷ്ണമേഖലാ ചക്രവാതങ്ങൾ. ആരാണ് കൂടുതൽ വയലൻ്റ് ആയിട്ടുള്ളത്? ഉഷ്ണമേഖലാ ചക്രവാതങ്ങളാണ് കൂടുതൽ വയലൻ്റ് ആയിട്ടുള്ള കാറ്റുകൾ, വയലൻ്റ് ആയിട്ടുള്ള സ്റ്റോംസ്. ഏതിൽ നിന്നാണ് കൂടുതൽ റെയിൻഫോൾ ലഭിക്കുന്നത്? അതും ഉഷ്ണമേഖലാ ചക്രവാതങ്ങളിൽ നിന്ന് തന്നെയാണ്. എന്തുകൊണ്ടാണ് ഉഷ്ണമേഖലാ ചക്രവാതങ്ങളിൽ ഇത്തരം വയലൻ്റ് ആയിട്ടുള്ള സ്റ്റോംസ് ഫോം ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത്? ഇവിടെ ഈ പറഞ്ഞ ടെമ്പറേറ്റ് സൈക്ലോണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഭാഗം, ഈ കടൽ, ഇവിടെയുള്ള കടലുകൾ അല്ലേ, ട്രോപ്പിക്സിലുള്ള കടലുകൾ കൂടുതൽ ചൂടുള്ള കടലുകളാണ് അല്ലേ, കൂടുതൽ ചൂട് പിടിച്ച കടലുകളാണ്. കാരണം എന്താണ്? സൗരോർജ്ജം, ഇൻസുലേഷൻ, സണ്ണിൻ്റെ ഡയറക്റ്റ് റേസ് കൂടുതൽ ലഭിക്കുന്ന ഭാഗമാണ് എപ്പോഴും ഈ ട്രോപ്പിക്കൽ സൈക്ലോൺ അല്ലെങ്കിൽ ട്രോപ്പിക്കൽ റീജിയൻസ് എന്നറിയപ്പെടുന്ന ഭാഗം. അതുകൊണ്ട് തന്നെ ഇവിടെ സീ സർഫസ് അല്ലെങ്കിൽ സമുദ്ര ഉപരിതലം കൂടുതൽ ചൂട് പിടിച്ച് കാണപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. സൈക്ലോൺസ് 2 വിധം ഉണ്ടെന്ന് പറഞ്ഞു. എവിടെയൊക്കെ കാണപ്പെടും, എന്താണ് അതിൻ്റെ പേരുകൾ എന്ന് ഞാനിവിടെ പറഞ്ഞു. ഒന്നുകൂടെ ആവർത്തിക്കാം. ട്രോപ്പിക്സിൽ ഉണ്ടാകുന്ന സൈക്ലോൺസിനെ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്നും, 60 ഡിഗ്രി ഈ റീജിയനിൽ ഉണ്ടാകുന്ന സൈക്ലോൺസിനെ ടെമ്പറേറ്റ് സൈക്ലോൺ അല്ലെങ്കിൽ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ എന്ന് വിളിക്കുന്നു. ആരാണ് കൂടുതൽ വയലൻ്റ് എന്ന് ചോദിച്ചാൽ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ആണ്. കാരണം ഇവിടെ സീ സർഫസ് സ്വാഭാവിക നിലയിൽ നിന്നും കൂടുതൽ ചൂട് പിടിച്ചാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള സൈക്ലോണുകൾ ട്രോപ്പിക്കൽ സൈക്ലോൺ തന്നെയാണ്. ഇനി ഇവിടെ ഡയറക്ഷനിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺ ഇവിടെ ഉണ്ടായി എന്ന് വിചാരിക്കുക. ഇതാണ് ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺ. ഈ ട്രോപ്പിക്കൽ സൈക്ലോൺ ഇവിടെ ഉണ്ടായി എന്ന് വിചാരിക്കുക. ഇത് എങ്ങോട്ടായിരിക്കും ഫൈനലി മൂവ് ചെയ്യുന്നത്? ഈ ട്രോപ്പിക്കൽ സൈക്ലോൺ മൂവ് ചെയ്യുന്നത് ശരിക്കും ഈ കാറ്റ് കണ്ടോ, ഈ കാറ്റിൻ്റെ ഡയറക്ഷനിലായിരിക്കും. അതായത് ട്രോപ്പിക്സിലുള്ള കാറ്റുകൾ ഏതാണ്? ട്രേഡ് വിൻസിൻ്റെ ഡയറക്ഷൻ എന്താണ്? ട്രേഡ് വിൻസിൻ്റെ ഡയറക്ഷൻ ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. കണ്ടോ, ട്രേഡ് വിൻസിൻ്റെ ഡയറക്ഷൻ ഈസ്റ്റ് ടു വെസ്റ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എപ്പോഴും ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് മൂവ് ചെയ്യുന്നത്. ഉദാഹരണത്തിന് ഇത് ഇന്ത്യ ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഇന്ത്യ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഇത് ബംഗാൾ ഉൾക്കടലുണ്ടായ ഒരു ട്രോപ്പിക്കൽ സൈക്ലോൺ ട്രേഡ് വിൻഡിൻ്റെ സ്വാധീനത്താൽ എങ്ങോട്ടേക്ക് എത്താൻ ചാൻസ് ഉണ്ട്? ഇത് ഇന്ത്യയിലേക്ക് എത്താൻ ചാൻസ് ഉണ്ട്. ഈ ഭാഗത്തേക്ക്, ഇന്ത്യയുടെ ഈ കിഴക്കൻ തീരത്തേക്ക്, ഈസ്റ്റേൺ കോസ്റ്റൽ സോണിലേക്ക് എത്താനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ കാറ്റുകൾ ഇതിനെ ഇങ്ങോട്ട് പുഷ് ചെയ്യും. കണ്ടോ, ഇങ്ങോട്ട് പുഷ് ചെയ്യും. എന്നാൽ അറബിക്കടലിലുണ്ടാകുന്ന ഒരു സൈക്ലോൺ ഈ പറഞ്ഞ നമ്മുടെ വെസ്റ്റേൺ കോസ്റ്റിലേക്ക് അല്ലെങ്കിൽ മലബാർ തീരത്തേക്കോ കൊങ്കൺ തീരത്തേക്കോ എത്താനുള്ള സാഹചര്യം എത്രയാണ്? വളരെ കുറവാണ്. കാരണം അതിനെ ഈ ട്രേഡ് വിൻഡുകൾ എങ്ങോട്ട് പുഷ് ചെയ്യും? ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് പുഷ് ചെയ്യും അല്ലേ. അത് എങ്ങോട്ടേക്ക് അൾട്ടിമേറ്റ്ലി പോകും? അറേബ്യൻ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്, അല്ലെങ്കിൽ ആഫ്രിക്കയുടെ ഭാഗത്തേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കേട്ടോ, ആഫ്രിക്കൻ റീജിയനിലേക്ക് പോകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം ഇവരുടെ മൂവ്മെൻറ്റ് എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടാണ്? ട്രേഡ് വിൻസിൻ്റെ സ്വാധീനത്താൽ ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ്. ഇനി മറ്റൊരു കാര്യം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് മൂവ് ചെയ്യുകയും കോറിയോലിസ് എഫക്റ്റ്, ഇപ്പോൾ ഇവിടെ നിന്ന് കോറിയോലിസ് എഫക്റ്റ് ഇതിനെ സ്വാധീനം ചെലുത്തി കഴിഞ്ഞാൽ അത് പതുക്കെ എങ്ങോട്ട് മാറും? വലത്തോട്ട് മാറും. അപ്പോൾ ഈ കാറ്റിൻ്റെ ദിശയിൽ ഇത് എങ്ങോട്ട് വരുന്നുണ്ട്? ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് വരുന്നുണ്ട് എങ്കിലും പതുക്കെ കോറിയോലിസ് എഫക്റ്റ് ഇതിനെയും ബാധിക്കാറുണ്ട്. അതിൻ്റെ വലതുവശത്തേക്ക് ചെരിഞ്ഞു പോകാറുണ്ട്. അതായത് ചില സൈക്ലോണുകൾ
30 ഡിഗ്രി ക്രോസ് ചെയ്ത് അതിൻ്റെ അപ്പുറത്തേക്ക് എത്താറുണ്ട്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീകർവ്ഡ് സൈക്ലോൺസ്. ഇവരെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീകർവ്ഡ് സൈക്ലോൺസ്. അതായത് ഇവിടെ ഉണ്ടായ സൈക്ലോൺ ട്രേഡ് വിൻസിൻ്റെ സ്വാധീനത്താൽ അത് വെസ്റ്റിലേക്ക് എത്തുന്നു, പടിഞ്ഞാറേക്ക് എത്തുന്നു. കോറിയോലിസ് എഫക്റ്റിൻ്റെ സ്വാധീനത്താൽ അത് വലത്തോട്ട് ചെരിഞ്ഞു പോയിട്ട് 30 ഡിഗ്രി ക്രോസ് ചെയ്ത് അപ്പുറത്തേക്ക് എത്തുന്നുണ്ട്, ഇവിടെ എത്തുന്നു. ഇതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് റീകർവ്ഡ് സൈക്ലോൺസ്. ക്ലിയർ അല്ലേ? അപ്പോൾ സൈക്ലോൺസിൻ്റെ ഡയറക്ഷൻ നമ്മൾ മൊത്തത്തിൽ പറഞ്ഞാൽ അത് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് വന്ന് വീണ്ടും കോറിയോലിസ് എഫക്റ്റിൻ്റെ സ്വാധീനത്താൽ കുറച്ചും കൂടെ നോർത്തിലേക്ക് പോകാറുണ്ട്. അപ്പോൾ ഈ ഒരു ഡയറക്ഷൻ നമുക്ക് ഇങ്ങനെ പറയാം, ഏകദേശം സൗത്ത് ഈസ്റ്റിൽ നിന്ന് നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് അത് മൂവ് ചെയ്യാറുണ്ട്. സൗത്ത് ഈസ്റ്റിൽ നിന്ന് എങ്ങോട്ടേക്ക്? നോർത്ത് വെസ്റ്റ് ഡയറക്ഷനിലേക്ക് ട്രോപ്പിക്കൽ സൈക്ലോൺസ് മൂവ് ചെയ്യാറുണ്ട്. ക്ലിയർ ആണല്ലോ? ഇത്രയും കാര്യങ്ങൾ വ്യക്തമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി നമുക്ക് ഇത് അടുത്ത സൈക്ലോൺസിനെ പറ്റി പറയണം. ഇവിടുത്തെ സൈക്ലോൺസ് അല്ലെങ്കിൽ എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് എങ്ങനെയാണ് ഫോം ചെയ്യപ്പെടുന്നത് അതും കൂടെ പറഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് നോക്കി, ട്രേഡ് വിൻസിൻ്റെ ഡയറക്ഷൻ കൃത്യമായിട്ട് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ഇവിടെ ബംഗാൾ ഉൾക്കടൽ ഒരു സൈക്ലോൺ ഉണ്ടായിക്കഴിഞ്ഞാൽ ട്രേഡ് വിൻസിൻ്റെ സ്വാധീനത്താൽ, ഇതുണ്ടോ, ഇതാണ് ട്രേഡ് വിൻസ്. ട്രേഡ് വിൻസിൻ്റെ സ്വാധീനത്താൽ അത് ഇന്ത്യയുടെ കിഴക്കൻ തീരത്തേക്ക് തന്നെ എത്താനുള്ള സാഹചര്യം കൂടുതലാണ്. എന്നാൽ അറബിക്കടലിലുണ്ടാകുന്ന ഒരു സൈക്ലോൺ എങ്ങോട്ടേക്ക് പോകാനുള്ള ചാൻസാണ് കൂടുതൽ? ഇതാണ് അറേബ്യൻ ഉപദ്വീപ്, കണ്ടോ, ഇങ്ങോട്ടേക്ക് ഒമാനിലേക്കോ സൗദിയിലേക്കൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ എങ്ങോട്ട് പോകാൻ ചാൻസ് ഉണ്ട്? ആഫ്രിക്കയുടെ തീരങ്ങളിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പം ഇവിടെ അറബിക്കടലിലുണ്ടാകുന്ന മിക്ക സൈക്ലോൺസും ഒന്നെങ്കിൽ ഈ ആഫ്രിക്കൻ തീരത്തേക്കോ അല്ലെങ്കിൽ അറേബ്യൻ തീരത്തേക്കോ ഒക്കെ പോകാനുള്ള ചാൻസ് കൂടുതലാണ്. ഇന്ത്യയിലേക്ക് എത്താറുണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. ട്രേഡ് വിൻസ്, ഇങ്ങനെ വരുന്ന ട്രേഡ് വിൻസ് ശക്തമല്ലെങ്കിൽ അത് എങ്ങോട്ട് തന്നെ വരാം, ഇന്ത്യയിലേക്ക് വരാം. കേരളത്തിലേക്കോ കർണാടകയിലേക്കോ മുംബൈയിലേക്കൊക്കെ വരാറില്ലേ? കാരണം ട്രേഡ് വിൻസ് എപ്പോഴും ഒരേപോലെ ആയിരിക്കണമെന്നില്ല, എപ്പോഴും ഇതിൻ്റെ ശക്തി ഒരേപോലെ ആയിരിക്കണമെന്നില്ല. ഈ വരുന്ന കാറ്റുകളുടെ അതെപ്പോഴെങ്കിലും ഒന്ന് ഡിമ്മായാൽ, അതൊന്ന് ഡിപ്പായി കഴിഞ്ഞാൽ ഈ സൈക്ലോൺസ്, ഈ ഇവിടെ രൂപപ്പെടുന്ന സൈക്ലോൺസ് ഇങ്ങോട്ട് തന്നെ വരണമെന്ന് ഒരു നിർബന്ധമില്ല. നേരെ തിരിച്ച് ഇന്ത്യയുടെ ഈ കിഴക്കൻ പടിഞ്ഞാറൻ തീരത്തേക്ക്, കേട്ടോ, ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തേക്ക്, കേരളത്തിൻ്റെ കർണാടകയുടെ തീരത്തേക്കൊക്കെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട്. ക്ലിയർ അല്ലേ? ഓക്കെ അല്ലേ? എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ട്രോപ്പിക്കൽ സൈക്ലോൺസിനെ രണ്ടായി തരംതിരിക്കാം. പറഞ്ഞല്ലോ ഏതൊക്കെയാണ്? സൈക്ലോൺസിനെ രണ്ടായി തരംതിരിക്കാം. ഒന്ന് ട്രോപ്പിക്കൽ സൈക്ലോൺസ് എവിടെ ഫോം ചെയ്യപ്പെടുന്നു എന്ന് ഞാൻ പറഞ്ഞായിരുന്നു, അതിനെപ്പറ്റിയാണ് ഇത്ര നേരം ഡിസ്കസ് ചെയ്തത്. നമുക്കിനി പറയാനുള്ളത് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസിനെ പറ്റിയാണ്, രണ്ടാമത്തത്. അല്ലെങ്കിൽ ടെമ്പറേറ്റ് സൈക്ലോൺസ്, മറ്റൊരു പേര് മിതോഷ്ണ ചക്രവാതങ്ങൾ. എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് അല്ലെങ്കിൽ ടെമ്പറേറ്റ് സൈക്ലോൺസ് അല്ലെങ്കിൽ മിതോഷ്ണ ചക്രവാതങ്ങൾ, അതാണ് അടുത്ത് പറയാനുള്ളത്. ക്ലിയർ അല്ലേ? അതെങ്ങനെ ഫോം ചെയ്യപ്പെടുന്നു, എവിടെ ഫോം ചെയ്യപ്പെടുന്നു എന്നുള്ളത് ജസ്റ്റ് ഒന്ന് കണ്ടോളൂ. ഇവിടെ 60 ഡിഗ്രി നോർത്തും സൗത്തും ഭൂമിയിൽ ലോ പ്രഷർ റീജിയൻസ് ആണ്. നമ്മൾ പഠിച്ചിട്ടുണ്ട്, സബ്പോളാർ ലോ പ്രഷർ സോൺസ് എന്നാണ് അതിനെ വിളിക്കുന്നത് തന്നെ, സബ്പോളാർ ലോ പ്രഷർ സോൺസ്. അപ്പോൾ ഇവിടെ എല്ലാം എന്തുണ്ട്? ഇവിടെ ലോ പ്രഷർ റീജിയൻസ് ഉണ്ട്. ഈ ഭാഗങ്ങളിൽ എന്തുണ്ട്? ലോ പ്രഷർ റീജിയൻസ് ഉണ്ട്. അതാണ് ഞാനിവിടെ മാർക്ക് ചെയ്തേക്കുന്നത്. ക്ലിയർ? ഇനി ഇത് നോക്കിക്കോ, ഇത് 30 ഡിഗ്രിയാണ്. 30 ഡിഗ്രി നോർത്ത് ഹൈ പ്രഷർ റീജിയൻസ് ആണ്. 30 ഡിഗ്രി റീജിയൻസിൽ നിന്ന് വെസ്റ്റേർലീസ് എന്നറിയപ്പെടുന്ന ഒരു കാറ്റ് 60 ഡിഗ്രി ലക്ഷ്യമാക്കി വീശാറുണ്ട്. വെസ്റ്റേർലീസ് എന്നറിയപ്പെടുന്ന ഒരു കാറ്റ് 60 ഡിഗ്രി ലക്ഷ്യമാക്കി വീശാറുണ്ട്. ഇവരെന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭാഗത്തൊക്കെ ഉള്ള, അതായത് ഞാനിവിടെ മാർക്ക് ചെയ്യുന്ന സ്ഥലങ്ങൾ ഉണ്ട്, ഈ 30 ഡിഗ്രി കാറ്റ് മൂവ് ചെയ്യുന്ന ഈ ഒരു ഭാഗത്തൊക്കെയുള്ള എയർ മാസിനെ അല്ലെങ്കിൽ വായുപിണ്ഡങ്ങളെ അതെങ്ങോട്ട് മൂവ് ചെയ്യും, എങ്ങോട്ട് പുഷ് ചെയ്യും? 60 ഡിഗ്രിയിലേക്ക് പുഷ് ചെയ്യും. മനസ്സിലായോ? അപ്പം ഇവിടെയുള്ള വാം എയർ മാസ്, ഈ എയർ മാസ് എന്തായിരിക്കും? വാം എയർ മാസ് ആയിരിക്കും. അത്യാവശ്യം ഇളം ചൂടുള്ള എയർ മാസാണ്, അല്ലെങ്കിൽ ചൂടുള്ള എയർ മാസാണ്. അതിനെ എങ്ങോട്ട് പുഷ് ചെയ്യും? ഈ 60 ഡിഗ്രി റീജിയനിലേക്ക് പുഷ് ചെയ്യും. ഇനി ഇത് 90 ഡിഗ്രിയാണ്. ഇത് ഹൈ പ്രഷർ സോണാണ്, അന്തരീക്ഷത്തിലെ ഉച്ചമർദ്ദ മേഖലകളാണ്. ഇവിടെ നിന്ന് ഈ ലോ പ്രഷർ സെൻറ്ററിലേക്ക് 60 ഡിഗ്രിയിലേക്ക് കാറ്റ് വീശാറുണ്ട്. ഇതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? പോളാർ ഈസ്റ്റർലീസ് എന്ന് വിളിക്കുന്നത്. ഇവരെന്താ ചെയ്യുന്നത്? ഇവിടെയുള്ള എയർ മാസിനെ, ഈ ഭാഗത്തേക്കുള്ള എയർ മാസിനെ 60 ഡിഗ്രിയിലേക്ക് പുഷ് ചെയ്യും. ഇവിടെയുള്ള എയർ മാസ് എങ്ങനത്തെ എയർ മാസ് ആയിരിക്കും? കോൾഡ് എയർ മാസ് ആയിരിക്കും. അപ്പോൾ എന്തൊക്കെ കൂട്ടിമുട്ടുന്നുണ്ട്? 60 ഡിഗ്രിയിലേക്ക് വാം എയർ മാസും കോൾഡ് എയർ മാസും കൺവേർജ് ചെയ്യാറുണ്ട്. ആരാണ് വാം എയർ മാസിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത്? ഈ കാറ്റുകളുടെ പേരെന്താ? ഈ കാറ്റുകളുടെ പേരെന്താണ്? വെസ്റ്റേർലീസ്, പശ്ചിമവാദങ്ങൾ. ആരാണ് കോൾഡ് എയർ മാസിനെ ഇങ്ങോട്ട്? ഇതാണ് കോൾഡ് എയർ മാസ്. കോൾഡ് എയർ മാസിനെ ഇങ്ങോട്ട് കൊണ്ടുവരുന്നത് പോളാർ ഈസ്റ്റർലീസ്. പോളാർ ഈസ്റ്റർലീസ് ആണ് കോൾഡ് എയർ മാസിനെ 60 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരുന്നത്. വെസ്റ്റർലീസ് ആണ് വാം എയർ മാസിനെ 60 ഡിഗ്രിയിലേക്ക് കൊണ്ടുവരുന്നത്. അതായത് എയർ മാസുകൾ ഇവിടെ കൂടി ചേരാറുണ്ട്. ഏതൊക്കെ എയർ മാസ് കൂടി ചേരുന്നു? വാം എയർ മാസും കോൾഡ് എയർ മാസും ഇവിടെ കൂടി ചേരുന്നു. ഉണ്ടോ? വാം എയർ മാസും കോൾഡ് എയർ മാസും കൂടി ചേരുന്നു. രണ്ട് എയർ മാസുകൾ, വ്യത്യസ്ത താപനിലയുള്ള എയർ മാസുകൾ കൂടി ചേരുന്ന സ്ഥലത്ത് നമ്മൾ വിളിക്കുന്ന പേരാണ് എയർ ഫ്രണ്ട്, വാതമുഖം. രണ്ട് വ്യത്യസ്ത താപനിലയുള്ള എയർ മാസുകൾ കൂടി ചേരുന്ന സ്ഥലങ്ങളെ വിളിക്കുന്ന പേരാണ് എയർ ഫ്രണ്ട് അല്ലെങ്കിൽ വാതമുഖം. മലയാളത്തിൽ
എന്താണ് വാതമുഖത്തിൽ സംഭവിക്കുന്നത്? അവിടെ വാം അല്ലെങ്കിൽ ഹോട്ട് ചൂട് പിടിച്ച എയർ മാസ് എന്ത് ചെയ്യും? മുകളിലോട്ട് ഉയരും. ചൂട് പിടിച്ച എയർ മാസ് രണ്ടെണ്ണം കൂടിച്ചേർന്നാൽ, വാമും കോൾഡും കൂടി ചേർന്നാൽ ചൂടായിട്ടുള്ള എയർ മാസ് മുകളിലോട്ട് ഉയരും. മുകളിലോട്ട് ഉയർന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇവിടെ ക്ലൗഡുകൾ ഫോം ചെയ്യും. വായു മുകളിലോട്ട് ഉയർന്നു കഴിഞ്ഞാൽ ക്ലൗഡ്സിൻ്റെ ഫോർമേഷൻ ഉണ്ടാവും. എന്ത് കിട്ടും? നമുക്ക് റെയിൻഫാൾ ലഭിക്കും, മഴ ലഭിക്കും. ഇനി ഇത്ര കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി എന്തുകൊണ്ടാണ് ഈ എയർ മാസുകൾ ഇവിടെ കിടന്ന് കറങ്ങുന്നത്? സൈക്ലോൺ എന്ന് പറയുമ്പോൾ കറങ്ങുന്ന കാറ്റില്ലേ, എന്തുകൊണ്ടാണ് ഇവിടെ കിടന്ന് കറങ്ങുന്നത് എന്നുള്ളത് നമുക്ക് അടുത്തത് പറയാം. അതുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടോപ്പിക്ക് കംപ്ലീറ്റ് ആവും. അപ്പോൾ എന്താണ് എയർ മാസ് എന്ന് ഞാൻ പറഞ്ഞു. എയർ മാസ് കൂടിച്ചേരുന്ന സ്ഥലത്തെ എയർ ഫ്രണ്ട് എന്ന് വിളിച്ചു. ഒരു എയർ ഫ്രണ്ടിൽ എന്ത് നടക്കും? ചൂട് വായു മുകളിലേക്ക് ഉയരും. വ്യത്യസ്ത താപനിലയുള്ള വായു തമ്മിൽ കൂടിച്ചേർന്നാൽ ചൂട് വായു മുകളിലേക്ക് ഉയരും. വായു മുകളിലേക്ക് ഉയർന്നാൽ ഉറപ്പായിട്ട് മേഘങ്ങളുണ്ടാവും, മഴ കിട്ടും. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ സൈക്ലോൺ, ഇവിടുത്തെ ഈ എയർ മാസുകൾ കിടന്ന് കറങ്ങുന്നത് എന്ന് നമുക്ക് നോക്കാം. 60 ഡിഗ്രി ഞാൻ ഒന്നുകൂടെ മാർക്ക് ചെയ്യുന്നു. 60 ഡിഗ്രി നോർത്ത്, സൗത്ത് വരയ്ക്കുന്നില്ല, നോർത്ത് മാത്രം പോരെ തൽക്കാലം. ഇവിടെ ഒരു ലോ പ്രഷർ സെൻറ്റർ ഉണ്ട്. ലോ പ്രഷർ സെൻറ്ററിലേക്ക് കാറ്റുകൾ ആകർഷിക്കപ്പെടുമെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവിടുന്ന് ഈ വെസ്റ്റേർലീസ് എന്നറിയപ്പെടുന്ന കാറ്റ് വാം എയർ മാസിനെ ഇങ്ങോട്ട് തള്ളും. ഈ വാം എയർ മാസ് എന്ത് സംഭവിക്കും? നേരെ മുകളിലോട്ട് പോയിട്ട്, ഇവിടെ ലോ പ്രഷർ ആണല്ലോ, അപ്പോൾ ഇവിടെ കോറിയോലിസ് എഫക്റ്റിൻ്റെ സ്വാധീനത്താൽ ഇതിൻ്റെ വലത്തോട്ട് ചെരിഞ്ഞിങ്ങനെ പോകും. ഇനി ഇതിന് ഇപ്പുറത്തോട്ട് പോകാൻ പറ്റത്തില്ല, കടന്നു പോകാൻ പറ്റത്തില്ല. കാരണം ഇത് ലോ പ്രഷറാണ്. അപ്പോൾ ഇതിന് ചുറ്റിക്കിടന്ന് കറങ്ങാൻ പറ്റത്തുള്ളൂ. ഇനി ഇങ്ങോട്ട് പോകാൻ പറ്റത്തില്ല, മുമ്പോട്ട് പിന്നെ പോകാൻ പറ്റത്തില്ല. നേരെ അത് ഇവിടെ വന്നിട്ട് ഇവിടെ അങ്ങ് കറങ്ങും. ഇനി നോക്കി, ഇനി ഇവിടുന്ന് വരുന്ന കാറ്റ്, ഓക്കെ, ഇനി ഇവിടുന്ന് വരുന്നത് പോളാർ ഈസ്റ്റേർലീസ്, അത് കോൾഡ് എയർ മാസിനെ ഇങ്ങോട്ട് കൊണ്ടുവരുമല്ലോ. കോറിയോലിസ് എഫക്റ്റ് കാരണം കോൾഡ് എയർ മാസിനെ ഇങ്ങോട്ട് കൊണ്ടുവരും. ഇതിന് ഇങ്ങനെ കടന്ന് ഇങ്ങനെ അങ്ങ് പോകാൻ പറ്റത്തില്ല. കാരണം എന്നാ? ഇവിടെ ലോ പ്രഷർ ഉള്ളതുകൊണ്ട് അത് ലോ പ്രഷറിൻ്റെ ചുറ്റും കിടന്നുണ്ടോ, ഇവിടെ വന്ന് അങ്ങ് കിടന്ന് കറങ്ങും. ഉണ്ടോ? ഇവിടെ കിടന്നങ്ങ് കറങ്ങും. അതായത് ഇത് ഇങ്ങോട്ട് വന്ന് ഈ ലോ പ്രഷറിന് ചുറ്റും തന്നെ ഇങ്ങനെ വട്ടം കറങ്ങും. ഇവിടുന്ന് പോകുന്ന കാറ്റ് ഇങ്ങനെ പോയിട്ട് ഇവിടെ കിടന്ന് വട്ടം കറങ്ങും. അതായത് ഈ കാറ്റുകളെല്ലാം ഈ ഭാഗത്ത് കിടന്ന് ഇവിടുന്ന് വരുന്ന കാറ്റുകളും ഇവിടുന്ന് വരുന്ന കാറ്റും എല്ലാം കൂടെ ഈ ഒരു പോയിന്റിൽ കിടന്ന് ഇങ്ങനെ വട്ടം കറങ്ങും. മനസ്സിലായോ? അല്ലെങ്കിൽ ഇവർ കൊണ്ടുവരുന്ന എയർ മാസുകൾ ഇവിടെ കിടന്ന് വട്ടം കറങ്ങും. അതായത് വെസ്റ്റേർലീസ് കൊണ്ടുവരുന്ന എയർ മാസും പോളാർ ഈസ്റ്റേർലീസ് കൊണ്ടുവരുന്ന എയർ മാസും ഇവിടെ കിടന്ന് കോറിയോലിസ് ബലത്തിൻ്റെ സ്വാധീനത്താൽ ഇവിടെ കിടന്ന് വട്ടം കറങ്ങും. അതുകൊണ്ടാണ് ഇവിടെ ഒരു സൈക്ലോൺ ഉണ്ടാകുന്നത്. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ അല്ലെങ്കിൽ ടെമ്പറേറ്റ് സൈക്ലോൺ. ഇത് എങ്ങോട്ടാണ് മൂവ് ചെയ്യുന്നതെന്ന് അറിയാമോ? ഈ സൈക്ലോൺസ് എങ്ങോട്ടായിരിക്കും മൂവ് ചെയ്യുന്നത്? ഈ വെസ്റ്റേർലീസ് കുറച്ചും കൂടെ ഡോമിനൻ്റ് ആണ് ഇവിടെ ഈ ഭാഗത്ത്. വെസ്റ്റേർലീസ് കുറച്ച് ഡോമിനൻ്റ് ആയതുകൊണ്ട് തന്നെ വെസ്റ്റേർലീസ് ആയിരിക്കും ഇതിനെ മൂവ് ചെയ്യിക്കുന്നത്. അതായത് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺസ് അല്ലെങ്കിൽ ടെമ്പറേറ്റ് സൈക്ലോൺസ് എപ്പോഴും കുറച്ചും കൂടെ ഈസ്റ്റിലേക്ക് മൂവ് ചെയ്യാനാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത്. കാരണം ഇത് കുറച്ച് ശക്തമായിട്ട് ഡോമിനൻ്റ് ആയിട്ടുള്ള വിൻഡാണ് ഇവിടെ ഈ ഭാഗത്ത്. മനസ്സിലായോ? കാരണം ഇവിടെ കടലുകൾ കൂടുതലായതുകൊണ്ട് ഇത് കുറച്ചും കൂടെ ഒരു സ്ട്രോങ് ആയിട്ട് ഇതിനെ പുഷ് ചെയ്യും. എങ്ങോട്ടേക്ക്? ഈസ്റ്റിലേക്ക് പുഷ് ചെയ്യും. അതായത് എക്സ്ട്രാ ട്രോപ്പിക്കൽ സൈക്ലോൺ, ടെമ്പറേറ്റ് സൈക്ലോൺ വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് മൂവ് ചെയ്യും. എന്നാൽ ട്രോപ്പിക്കൽ സൈക്ലോൺ നമ്മൾ പഠിച്ചത് എങ്ങനെയായിരുന്നു? ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് മൂവ് ചെയ്യും. ഉണ്ടോ? ട്രോപ്പിക്കൽ സൈക്ലോൺസ് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് മൂവ് ചെയ്യുമ്പോൾ ടെമ്പറേറ്റ് സൈക്ലോൺസ് വെസ്റ്റിൽ നിന്ന് ഈസ്റ്റിലേക്ക് മൂവ് ചെയ്യും. ക്ലിയർ ആയോ? കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇതാണ് സൈക്ലോൺസ് എന്ന ടോപ്പിക്കുമായി ബന്ധപ്പെട്ട് ഒരു NCERT ലെവലിൽ അല്ലെങ്കിൽ ഒരു +1 +2 ലെവലിൽ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ. നമ്മുടെ സൈക്ലോൺസിൻ്റെ ഫോർമേഷനൊക്കെ നമ്മളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഞാൻ തുടങ്ങിയത്. നമുക്ക് പ്രിയപ്പെട്ട ഒരാൾ, അതാണ് ലോ പ്രഷർ സോൺ. അതിലേക്ക് ആകർഷിക്കപ്പെടുന്ന ആളുകൾ, കാറ്റുകൾ, നമ്മളെ ചൂഷണം ചെയ്യുന്ന അയാളുടെ ചുറ്റിക്കുന്ന സ്വഭാവം, കോറിയോലിസ് ബലം, ഇതെല്ലാം കൂടെ കണക്ട് ചെയ്തുകൊണ്ട് എങ്ങനെ സൈക്ലോൺ ഫോം ചെയ്യപ്പെടുന്നു, എവിടേക്കാണ് സൈക്ലോൺ ഉണ്ടാകുന്നത്, അതിൻ്റെ ആരാണ് കൂടുതൽ വയലൻ്റ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ കൂടുതൽ ശക്തമായിട്ടുള്ള സൈക്ലോൺ ആരാണ്? ട്രോപ്പിക്കൽ സൈക്ലോണാണ്. കാരണം അവിടെ കൂടുതൽ ചൂട് കൂടുതലാണ് കടലിൽ. അതുമല്ല, അത് കൂടുതൽ അതിനകത്ത് മോയ്സ്ചറുണ്ട്, കൂടുതൽ മഴ അതിൽ നിന്ന് കിട്ടുന്നത്. ആ സൈക്ലോൺ പതുക്കെ കരയിലേക്ക് എത്താറുണ്ട്. അത് ഞാൻ പറഞ്ഞു. അതിൻ്റെ ഡയറക്ഷനെ പറ്റി നമ്മൾ ചർച്ച ചെയ്തു. കരയിലെത്തി അതിനകത്തുള്ള മോയ്സ്ചർ മുഴുവൻ അവിടെ അത് റിലീസ് ചെയ്യും. അങ്ങനെ ആ സൈക്ലോൺ തന്നെ ഇല്ലാണ്ടാവും. ഇതിനെയാണ് സൈക്ലോണിൻ്റെ ലാൻഡ് ഫോൾ എന്ന് വിളിക്കുന്നത്. ഇനി സൈക്ലോൺസിൻ്റെ വിവിധ പേരുകൾ, പല സ്ഥലങ്ങളിൽ വിവിധ പേരുകളുണ്ടെന്ന് പറഞ്ഞു, അത് ഡിസ്കസ് ചെയ്തു, അതിനെപ്പറ്റി പറഞ്ഞു തന്നു. അങ്ങനെ മൊത്തത്തിൽ ഓവറോൾ ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തരാൻ ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് ക്ലാസ്സിൽ മറ്റൊരു ടോപ്പിക്കുമായി കാണാം. താങ്ക് യു.